എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിങ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന TestNGയിലെ ഇഗ്നോർ മിസ്സിംഗ് ഡിപ്പെൻഡൻസീസ് എന്ന ആട്രിബ്യൂട്ടിന്റെ യൂസേജിനെ കുറിച്ചാണ്. ഞാൻ ഈ ആട്രിബ്യൂട്ടിന്റെ യൂസേജ് ഈ 3 കേസസിലാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന്, when a test method is dependent on a non-existent method. Second one, when a test method is dependent on a method which is not enabled. When a test method is dependent on a method which is failed. ഈ 3 കേസിലാണ് നമ്മൾ ഈ ആട്രിബ്യൂട്ടിന്റെ യൂസേജ് നോക്കാൻ പോകുന്നത്. ഞാൻ എക്ലിപ്സ് ഐഡി ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ com.testng concepts എന്ന പാക്കേജിനുള്ളിൽ ഇഗ്നോർ മിസ്സിംഗ് ഡിപ്പെൻഡൻസീസ് ഡെമോ എന്ന് പറഞ്ഞൊരു ജാവ ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ജാവ ക്ലാസ്സിൽ 2 TestNG ടെസ്റ്റ് മെത്തേഡ് ഉണ്ട്. ഒന്ന് ടെസ്റ്റ് 1ഉം രണ്ടാമത് ടെസ്റ്റ് 2ഉം. ടെസ്റ്റ് 1 മെത്തേഡിന്റെ പേരായ ടെസ്റ്റ് 1 കൺസോളിൽ പ്രിന്റ് ചെയ്യിക്കുന്നു. ടെസ്റ്റ് 2 മെത്തേഡിന്റെ പേരായ ടെസ്റ്റ് 2 എന്നുള്ള കൺസോളിൽ പ്രിന്റ് ചെയ്യിക്കുന്നു. അത് മാത്രമല്ല, ഈ ടെസ്റ്റ് 2 ടെസ്റ്റ് 1നെ ഡിപ്പെൻഡന്റ് ആണ്. ഇനി നമുക്ക് ആദ്യമേ ഈ ജാവ ക്ലാസ് റൺ ചെയ്യാം. ഇവിടെ ഞാൻ എനേബിൾ എന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ജാവ ക്ലാസ് റൺ ചെയ്യുവാണ്. റണ്ണോട് എന്ന ഓപ്ഷൻ യൂസ് ചെയ്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ 2 ടെസ്റ്റ് കേസും പാസ് ആയിട്ടുണ്ട്. അതുപോലെ കൺസോൾ ടെസ്റ്റ് 1 ടെസ്റ്റ് 2 എന്നുള്ള പ്രിന്റ് ചെയ്ത് തന്നു. ഇനി നമ്മൾ ഫസ്റ്റ് കേസ് ആണ് നോക്കാവുന്നത്. when a test method is dependent on non-existent method. അതായത് ഇല്ലാത്ത ഒരു മെത്തേഡിൽ ഒരു ടെസ്റ്റ് മെത്തേഡ് ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഞാൻ ഈ പർട്ടിക്കുലർ ടെസ്റ്റ് മെത്തേഡ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കമന്റ് ചെയ്യുവാണ്. ഇനി ഞാൻ ഈ ജാവ ക്ലാസ് റൺ ചെയ്യുവാണ്. ജാവ ക്ലാസ് റൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും നോക്കാം. ടെസ്റ്റ് 2 എന്ന മെത്തേഡ് ടെസ്റ്റ് 1 ഡിപ്പെൻഡന്റ് ആണ്. പക്ഷേ ടെസ്റ്റ് 1 എന്നൊരു മെത്തേഡ് ഈ ജാവ ക്ലാസ്സിലില്ല. ഫുള്ളായിട്ട് നമ്മൾ കമന്റ് ചെയ്തു. ഇനി ഞാൻ റൺ ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് കാണാം ഒരു TestNG എക്സെപ്ഷൻ വന്നിട്ടുണ്ട്. എറർ പറഞ്ഞിരിക്കുന്നത് ടെസ്റ്റ് 2 എന്ന മെത്തേഡ് ഒരു നോൺ എക്സിസ്റ്റന്റ് മെത്തേഡായ ടെസ്റ്റ് 1 ഡിപ്പെൻഡന്റ് ആണ് എന്നുള്ളതാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന സെക്കൻഡ് കേസാണ്. സെക്കൻഡ് കേസ്, നമ്മൾ ഈ ടെസ്റ്റ് 2 എന്ന മെത്തേഡിനെ ടെസ്റ്റ് 1ഉമായിട്ടൊരു ഡിപ്പെൻഡൻസി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ പർട്ടിക്കുലർ മെത്തേഡ് അൺകമന്റ് ചെയ്ത ശേഷം എനേബിൾഡ് എന്ന ആട്രിബ്യൂട്ടിന്റെ വാല്യൂ ഫോൾസ് ആക്കുവാണ്. ഇനി ഈ ജാവ ക്ലാസ് റൺ ചെയ്യുവാണ്. ഇനി ജാവ ക്ലാസ് റൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും നോക്കാം. ഇപ്പൊ ഞാൻ ടെസ്റ്റ് 2 എന്ന മെത്തേഡ് ഒരു ഡിപ്പെൻഡൻസി കൊടുത്തിട്ടുണ്ട് ടെസ്റ്റ് 1ലേക്ക്. പക്ഷേ ടെസ്റ്റ് 1 എന്നുള്ളത് എനേബിൾഡ് അല്ല. അതിന്റെ വാല്യൂ എനേബിൾ എന്ന ആട്രിബ്യൂട്ടിനെ ഫോൾസ് ആക്കി. അതുകൊണ്ട് ഈ ടെസ്റ്റ് കേസ് റൺ ആകുകയില്ല. ഇനി നമുക്ക് ഈ ജാവ ക്ലാസ് റൺ ചെയ്യുമ്പോൾ എന്ത് എററാണ് ത്രോ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇവിടെ ആദ്യത്തെ കേസിൽ വന്ന TestNG എക്സെപ്ഷൻ ടെസ്റ്റ് 2 എന്ന മെത്തേഡ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു നോൺ എക്സിസ്റ്റന്റ് മെത്തേഡായ ടെസ്റ്റ് 1ലാണെന്നുള്ളതാണ് വന്നത്. ഇനി ഈ കേസിൽ എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. ഞാൻ ജാവ ക്ലാസ് റൺ ചെയ്തു. വീണ്ടും ഒരു TestNG എക്സെപ്ഷൻ വന്നു. പക്ഷേ ഇത്തവണ മെസ്സേജ് ഡിഫറെന്റ് ആണ്. ഇത്തവണ പറഞ്ഞിരിക്കുന്നത് ടെസ്റ്റ് 2 ഈസ് ഡിപ്പെൻഡിങ് ഓൺ മെത്തേഡ് പബ്ലിക് വോയിഡ് ടെസ്റ്റ് 1 വിച്ച് ഈസ് നോട്ട് അനോട്ടേറ്റഡ് വിത്ത് @test or not included. അതായത് ടെസ്റ്റ് 2 എന്ന മെത്തേഡ് ഡിപ്പെൻഡ് ചെയ്യുന്ന ടെസ്റ്റ് 1 എന്ന മെത്തേഡ് നമ്മൾ എനേബിൾ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ആ ഒരു എറർ വന്നത്. ഇനി നമ്മൾ ഇഗ്നോർ മിസ്സിംഗ് ഡിപ്പെൻഡൻസീസ് എന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്ത് ഈ 2 സിറ്റുവേഷനും നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി ഞാൻ ആദ്യമേ ഈ ഫസ്റ്റ് കേസിൽ എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ നോക്കാം. ഞാൻ ഇത് ടെസ്റ്റ് മെത്തേഡ് ഫുള്ളായിട്ട് കമന്റ് ചെയ്യുന്നു. അതിനുശേഷം സെക്കൻഡ് ടെസ്റ്റ് മെത്തേഡായ ടെസ്റ്റ് 2ൽ ഡിപ്പെൻഡ്സ് ഓൺ മെത്തേഡ്സ് എന്ന ആട്രിബ്യൂട്ടിന് ശേഷം ഒരു കോമ ഇട്ട ശേഷം ഇഗ്നോർ മിസ്സിംഗ് ഡിപ്പെൻഡൻസീസ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് ഉണ്ട്. ഇതിന്റെ ഡീഫോൾട്ട് വാല്യൂ ഫോൾസ് ആണ്. ഡിസ്ക്രിപ്ഷൻ പറയുന്നത് if set to true this test will run even if the methods it depends on are missing or excluded. ഇനി ഞാൻ ഇഗ്നോർ മിസ്സിംഗ് ഡിപ്പെൻഡൻസീസ് എന്നുള്ള ആട്രിബ്യൂട്ടിന്റെ വാല്യൂ ട്രൂ ആക്കി കൊടുക്കുന്നു. ഇനി ഞാൻ ജാവ ക്ലാസ് റൺ ചെയ്യാൻ പോവാണ്. ഇവിടെ
test2 എന്ന മെത്തേഡ് ഡിപ്പെൻഡ് ചെയ്യുന്ന test1 ഞാൻ ഫുള്ളായിട്ട് കമൻറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ ഞാൻ ഇഗ്നോർ മിസ്സിംഗ് ഡിപ്പെൻഡൻസീസ് എന്നൊരു ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വാല്യൂ ട്രൂ എന്നും കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ജാവ ക്ലാസ് റൺ ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് കാണാം ഇത്തവണ റൺ ചെയ്തപ്പോൾ ഇഷ്യൂസ് ഒന്നും വന്നില്ല. test2 എന്നുള്ള കൺസോൾ പ്രിന്റ് ചെയ്ത് വന്നു. അതായത് test2 എന്നുള്ള മെത്തേഡ് എക്സിക്യൂട്ട് ആയി. അപ്പോൾ ഈ ഒരു ആട്രിബ്യൂട്ടിന്റെ യൂസ് ഇതാണ്. ഇനി സെക്കൻഡ് കേസായ ഈ മെത്തേഡ് ഞാൻ ഫുള്ളായിട്ട് അൺകമന്റ് ചെയ്യുന്നു. അതിനുശേഷം എനേബിളിന്റെ വാല്യൂ ഫോൾസ് ആണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലും ഇതെങ്ങനെ വർക്ക് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഇഗ്നോർ മിസ്സിംഗ് ഡിപ്പെൻഡൻസീസ് എന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നതിന് മുമ്പ് എനേബിളിന്റെ വാല്യൂ ഫോൾസ് ആക്കിയ കേസിൽ ഒരു എക്സെപ്ഷൻ വന്നിരുന്നു. പക്ഷേ ഇത്തവണ നമ്മൾ റൺ ചെയ്യുമ്പോൾ ഈ ഒരു ആട്രിബ്യൂട്ട് ഓൾറെഡി ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വാല്യൂ ട്രൂ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ TestNG എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് നമുക്കൊന്ന് വെരിഫൈ ചെയ്യാം. റൺ ഉള്ള ഓപ്ഷനെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഈ സിറ്റുവേഷനിലും TestNG ടെസ്റ്റ് മെത്തേഡായ test2 എന്നുള്ളത് എക്സിക്യൂട്ട് ചെയ്തു. അപ്പം ഈ രണ്ട് കേസിലും നമ്മൾ ഈ ആട്രിബ്യൂട്ടിന്റെ വാല്യൂ ട്രൂ കൊടുത്തുകൊണ്ടാണ് ഈ രണ്ട് കേസും കറക്റ്റായിട്ട് വർക്ക് ചെയ്തത്. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ ടെസ്റ്റ് മെത്തേഡ് ഫെയിൽ ആകുന്ന കേസാണ്. അപ്പോൾ ഈ ആട്രിബ്യൂട്ടിന്റെ ഫങ്ഷണാലിറ്റി എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് വെരിഫൈ ചെയ്യാം. ഞാൻ എനേബിളിന്റെ വാല്യൂ ട്രൂ ആക്കുന്നു. അതിനുശേഷം ഈ ടെസ്റ്റ് മെത്തേഡ് ഇന്റൻഷനലി ഫെയിൽ ചെയ്യിക്കാൻ വേണ്ടി assert ഡോട്ട് ഫെയിൽ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുക്കുവാണ്. ഇനി ഈ ജാവ ക്ലാസ് റൺ ചെയ്യുവാണ്. ഇത്തവണ ഒരു ഫെയിലർ ഉണ്ട്, ഒരു സ്കിപ്പ് ഉണ്ട്. അതായത് ഫസ്റ്റ് ടെസ്റ്റ് മെത്തേഡ് ഈ ഒരു ലൈനിൽ വരുമ്പോൾ ഫെയിൽ ആവും. test1 എന്നുള്ളത് പ്രിന്റ് ചെയ്തു. അതിനുശേഷം ഈ സ്റ്റേറ്റ്മെന്റിലേക്ക് വരുമ്പോൾ ഇന്റൻഷനലി നമ്മൾ ഫെയിൽ ചെയ്യിപ്പിച്ചു. ഇത് ഫെയിൽ ആയതുകൊണ്ട് test2 എന്നുള്ള മെത്തേഡ് സ്കിപ്പ് ആവുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് കാണാം ഇവിടെ യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇഗ്നോർ മിസ്സിംഗ് ഡിപ്പെൻഡൻസീസ് എന്നുള്ള കേസ് ആട്രിബ്യൂട്ട് നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ വാല്യൂ ട്രൂ ആണെങ്കിലും നമ്മൾ test1 എന്നുള്ള മെത്തേഡ് ഇന്റൻഷനലി ഫെയിൽ ചെയ്യിപ്പിച്ചുകൊണ്ട് test2 എന്നുള്ള ഡിപ്പെൻഡന്റ് മെത്തേഡ് സ്കിപ്പ് ആവുകയാണ് ചെയ്യുന്നത്. അത് എക്സിക്യൂട്ട് ആകുകയില്ല. അപ്പം ഇതാണ് ഇഗ്നോർ മിസ്സിംഗ് ഡിപ്പെൻഡൻസീസ് എന്ന ആട്രിബ്യൂട്ടിന്റെ യൂസേജ്. ഈ മൂന്ന് കേസിലും ഇഗ്നോർ മിസ്സിംഗ് ഡിപ്പെൻഡൻസീസ് എന്ന ആട്രിബ്യൂട്ടിന്റെ യൂസേജ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുകൊണ്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ ചോദിക്കുക. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.